നമസ്കാരം. അത്യുജ്വല വിജയവുമായി UDF ഇതാ 100 കഴിഞ്ഞ ആ ഒരു മികവിൻ്റെ തിളക്കത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ എല്ലാ തരത്തിലും സജ്ജമായിരിക്കും. കഴിഞ്ഞ ദിവസം വിജയ വാർത്തകൾക്ക് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞത് ഇത് കേരള രാഷ്ട്രീയത്തിലെ ചുഴലി കൊടുങ്കാറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ ചുഴലി കൊടുങ്കാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതേ പ്രാധാന്യത്തോടെയുണ്ട് മുസ്ലിം ലീഗ്. ഒരു സംശയം വേണ്ട. 22 സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കാൻ മലപ്പുറവും പൊന്നാനിയും ഒക്കെ അടക്കമുള്ള ലീഗിൻ്റെ കോട്ടകൾ ചങ്കൂറ്റം കാട്ടിയെങ്കിൽ, ലീഗിനിത് ചരിത്ര വിജയമാണെങ്കിൽ, ഏറ്റവും കൂടുതൽ MLA-മാരെ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു ചരിത്ര നിമിഷമാണെങ്കിൽ, 63 സീറ്റുള്ള കോൺഗ്രസും 22 സീറ്റുള്ള മുസ്ലിം ലീഗും, പിന്നെ അതിശക്തരായ വളരെ വിവേകശാലികളായ ഷിബു ബേബി അടക്കമുള്ള CP ജോൺ അടക്കമുള്ള ഘടകകക്ഷി MLA-മാരുമായി ചേർന്ന് വളരെ മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം വോട്ടെണ്ണലിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. അതാണ് രക്ഷാപ്രവർത്തനം. ചെടിച്ചട്ടിയല്ല, വോട്ടിംഗ് മെഷീനിലൂടെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതെന്ന് ജനമൊടുവിൽ കാണിച്ചു കൊടുത്തു. പിണറായി വിജയനോട് വീട്ടിൽ പോയിരിക്കുന്ന ജനം മുഖത്ത് നോക്കി പറഞ്ഞു. ധർമ്മടത്തെ പിണറായി വിജയൻ 3-ാം റൗണ്ട് മുതൽ 7-ാം റൗണ്ട് വരെ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ മുട്ടുകുത്തിയെങ്കിൽ പിണറായി ജയിച്ചു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം അപ്രമാദിത്വമുള്ള ധർമ്മടം എന്ന മണ്ഡലത്തിൽ അങ്ങനെ മുട്ടുകുത്തിയെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റും ഈ ജനാധിപത്യത്തിന് തന്നെയാണ്, രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ്. ധർമ്മടത്തിലെ ജനങ്ങളും മിക്ക ബൂത്തുകളും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഒരു മാറ്റം അവർ ആഗ്രഹിച്ചിരുന്നു. ഇനിയൊരു പക്ഷേ LDF-ന്റെ ഒരു തൂക്ക മന്ത്രിസഭ വന്നെങ്കിൽ പോലും പിണറായി വിജയനെ നിലത്തൊടിയിക്കില്ല എന്നവർ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ അവർ ജയിപ്പിച്ച് വിട്ട അതേ വോട്ടർമാർ കിലോമീറ്റർ അകലെയുള്ള ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് വിരട്ടി ഒന്ന് ഇളക്കി മാറ്റിയത്. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകില്ലെന്ന് ഉറപ്പ്. KN ബാലഗോപാലേക്കും കഷ്ടിച്ച് നിരങ്ങി ജയിച്ചു വന്നിട്ടുണ്ട്. മന്ത്രിമാരെല്ലാം കടപുഴകി വീണു. കേളുമന്ത്രി അടക്കം വീണു എന്നോർക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലടക്കം സുപ്രധാന പങ്കുള്ള വിഴിഞ്ഞം തുറമുഖം കേരളത്തിലേക്ക് എത്തിച്ചെന്ന് അവകാശപ്പെടുന്ന വികസന ശില്പി VN വാസവൻ വരെ അടിതെറ്റി വീണു എന്നോർക്കുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെയും പിന്നെ കോൺഗ്രസിൻ്റെ ടീം UDF-ലെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയും ആ ഒരു അപ്രമാദിത്വം തന്നെയാണ്. ലീഗിന് അഭിമാനിക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഇടത് CPM-ഉം CPI-യും RJD-യും ഒഴിച്ച് ബാക്കി എല്ലാ ഘടകകക്ഷികളും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അടക്കം കടപുഴകി അടിതെറ്റി നിലതെറ്റി വീണപ്പോൾ മുസ്ലിം ലീഗ് ഇതാ ആദ്യം കോൺഗ്രസ്, രണ്ടാമത് 21 സീറ്റുള്ള CPM, അതിനുശേഷം മൂന്നാമത്തെ ഏറ്റവും വലിയ നിയമസഭയിലെ ഘടക കക്ഷിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. നോക്കൂ, 85,000-ൽ പരം വോട്ടിൻ്റെ ചരിത്ര ഭൂരിപക്ഷത്തോടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചു വന്നത്. അത് വ്യക്തമായൊരു മാൻഡേറ്റാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ എന്താണ് ഇനി ഒരു മടി? ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും ഒക്കെ ഇനി മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണ്. പ്ലസ് 5-ലധികം മന്ത്രിസ്ഥാനങ്ങൾ. വകുപ്പുകൾ ഒരുപാടുണ്ടല്ലോ. ഒരുപാട് വകുപ്പുകൾ അവർ കഴിഞ്ഞ LDF സർക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലല്ല കാര്യം, ഭരിക്കുന്നതിലുമല്ല കാര്യം. മുസ്ലിം ലീഗിന് മതിയായ പ്രാതിനിധ്യം ഉണ്ടാകുന്നു എന്നതിലാണ് കാര്യം. മുസ്ലിം ലീഗിന് അടുത്ത 5 വർഷം ജനസമ്മതരായി, ജനകീയ മുന്നണിയായി, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മതേതര മുന്നണിയായി പ്രവർത്തിക്കണമെങ്കിൽ അവർ അർഹിക്കുന്ന 22 MLA-മാർ അർഹിക്കുന്ന പ്രാതിനിധ്യം അവർക്ക് നിയമസഭയിൽ കിട്ടിയിരിക്കണം. അത് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. VD സതീശൻ ഇതുവരെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇനി അങ്ങോട്ട് അമരക്കാരനാകുന്നത് VD സതീശൻ തന്നെയാണ്, ഒരു സംശയമില്ല. VD സതീശനുണ്ടെങ്കിൽ ലീഗിന് ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഇതാദ്യമായി ഒരു വനിതാ MLA-യെ നിയമസഭയിലേക്ക് അയച്ചു എന്നൊരു സവിശേഷത കൂടി, ഒരു ചരിത്രപരമായ നേട്ടം കൂടി ഇത്തവണ മുസ്ലിം ലീഗിനുണ്ട്. നമുക്കറിയാം,
കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ, അത് ഏതാണെന്ന് പറയുന്നില്ല, പക്ഷെ അവർ മുസ്ലിം സമുദായത്തിലെ വനിതകളെ മുസ്ലിം നേതാക്കന്മാർ അടിച്ചമർത്തി വച്ചിരിക്കുകയാണ് എന്നുള്ള ആരോപണമൊക്കെ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനൊരു മറുപടിയായിരുന്നു 2 വനിതാ സ്ഥാനാർത്ഥികളെ ലീഗ് തവണ മത്സരങ്ങൾ നിർത്തിയതും അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഫാത്തിമ തഹ്ലിയ തിളക്കമാർന്ന ഭൂരിപക്ഷവുമായി ജയിച്ചു വന്നത്. അപ്പോൾ ഇനി മുസ്ലിം ലീഗിനെതിരെയുള്ള അത്തരം അപവാദ പ്രചരണങ്ങളും സ്ത്രീ സമത്വം ഒട്ടും പാലിക്കാത്ത പാർട്ടി എന്ന അപവാദ പ്രചരണങ്ങൾ ഇനി നിലനിൽക്കില്ല. അതെല്ലാം കടക്കുപുറത്തെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ജനം കടക്കുപുറത്തെന്ന് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനോടും LDFിനോടുമാണ്. അല്ലെങ്കിൽ ഇത്രയും മന്ത്രിമാർ കൂട്ടത്തോട് തോൽക്കുമോ? അതാണ് ചോദ്യം. CPIയിലെ 4 മന്ത്രിമാരിൽ 3 പേർ പിടിച്ചു നിന്നു. ആ മാന്യത പോലും ജനം CPMനോട് കാട്ടിയിട്ടില്ല. എന്തായാലും ഇനി നമുക്കറിയാം, ഇനി അങ്ങോട്ട് കേരളം കാണാൻ പോകുന്നത് ഒരു സംശുദ്ധ ഭരണമായിരിക്കും. സെക്രട്ടേറിയറ്റിൻ്റെ 4 വാതിലുകളും പ്രധാന കവാടങ്ങളെല്ലാം ജനത്തിനായി തുറന്നു കൊടുക്കുന്ന പഴയ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഓർമ്മിപ്പിക്കും വിധമുള്ളൊരു ഭരണമായിരിക്കണം ഇനി കാഴ്ചവെക്കേണ്ടത്. അതാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തെ ബോധിപ്പിക്കേണ്ടത്. അല്ലാതെ ഈച്ച പോലും കടക്കാതെ കനത്ത സുരക്ഷയിൽ എന്താണ് ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇരിക്കുന്നത്? അവിടെയും ഇരിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരല്ലേ, കുറേ മനുഷ്യരല്ലേ, അവിടെയും കുറേ ഫയലുകളല്ലേ, അവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ, മന്ത്രിമാരെല്ലാം ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചതല്ലേ. അപ്പോൾ എന്തിനാണ് അവർക്ക് നിങ്ങൾ സന്ദർശനം കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നിഷേധിക്കുന്നത് എന്നാണ് ഇടത് സർക്കാരിനോട് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ജനം ചോദിച്ചിരുന്നത്. സാമ്പത്തികമായി കനത്ത ഒരു അടിത്തറ VD സതീശൻ പറഞ്ഞിരിക്കുന്നു. ഇതേ VD സതീശനാണ് പറഞ്ഞത് നമ്മുടെ ട്രഷറിയിൽ പൂച്ച പെറ്റി കിടക്കുന്നുണ്ട്. അതേ പൂച്ചയെ അവിടെ നിന്ന് മാറ്റി ട്രഷറിയെ മികച്ച രീതിയിലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ ഖജനാവാക്കി മാറ്റുമെന്നൊരു ഉറപ്പാദ്യം അദ്ദേഹം തന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ലീഗിന് മാന്യമായ സ്ഥാനം ലഭിക്കും. PK ഫിറോസ് അടക്കം യൂത്ത് ലീഗിൻ്റെ നേതാവ് അടക്കം ജയിച്ചു വന്നിരിക്കുന്നു. പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ ജയം, അത് ഗുരുവായൂരടക്കം ജയം കയ്യെത്താവുന്നതിലും അകലത്തായിപ്പോയി 6 മണ്ഡലങ്ങളിൽ. എന്നിരുന്നാലും ഇത്തവണ ചരിത്രപരമായൊരു പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് കാഴ്ചവെച്ചത്. വിവാദങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കാതെ UDFിനുള്ളിൽ ഒരു വിവാദത്തിനും തുടക്കമിടാതെ 5ാം മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ ഒന്നും തങ്ങളുടെ അജണ്ടയിലില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ മുസ്ലിം ലീഗ് തിരഞ്ഞെടുപ്പിൽ നേരിട്ടു. UDFിനൊപ്പം ഉജ്ജ്വല വിജയം, കോൺഗ്രസിനൊപ്പം ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ഇനി വേണ്ടത് അർഹമായ പ്രാതിനിധ്യം. അത് ഉപമുഖ്യമന്ത്രി സ്ഥാനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മന്ത്രിപദമായിക്കൊള്ളട്ടെ, പക്ഷേ അർഹമായ പ്രാതിനിധ്യം മുസ്ലിം ലീഗിന് കിട്ടുമെന്ന് ഉറപ്പാക്കണം. കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതാണ് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ജനം കാത്തുവച്ചിരിക്കുന്നതും UDFിനും മുസ്ലിം ലീഗിനും ഘടകകക്ഷികൾക്കും